പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും 2-3 താമരന്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതുപോലെ 2-3 താമര കൊണ്ട് ഈ ഒരു പ്രദേശം മൊത്തം ഒരു താമരപ്പാടം നിർമ്മിച്ച ഒരാളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത്. ചേട്ടാ, എങ്ങനെ വലിയൊരു കൃഷിയിലേക്ക് എത്താനുള്ള കാരണം എങ്ങനെയായിരുന്നു അതിന്റെ തുടക്കം ഉണ്ടായിരുന്നത്? തുടക്കം വേറെ ഭാഗത്ത് കുറച്ച് താമര ഉണ്ടായിരുന്നു. ഷാമ്പിള് കൊണ്ടുവന്ന് നട്ടതാ. ആദ്യമൊന്നും അത്ര ചെലവുണ്ടായിരുന്നില്ല. പിന്നെ ഓരോരുത്തരെ പിടിച്ച് പൂക്കടക്കാരെ പിടിച്ച് അങ്ങനെ ചെലവായി വന്നതാ. തുടക്കത്തിൽ നമ്മുടെ വീട്ടിൽ ഇവിടെ 2 കൊടുത്തിട്ട് അവിടുന്ന് ഇത് ചനച്ചം പൊട്ടി ഉണ്ടായി. അങ്ങനെയാണ് ഇത്ര വലിയ പാടായി മാറി. അതല്ലേ. അപ്പൊ ഇതുപോലെ മറ്റുള്ളവർക്കാർക്ക് കൃഷി ചെയ്യണമെങ്കിൽ എന്താണ് അവര് ചെയ്യേണ്ടത്? ഇതിനത്തെ തണ്ട് കൊണ്ടുപോയി നട്ടാ മതി. ഈ തണ്ടാണ് കൊണ്ടുപോയി നടുക? അതല്ലേ. തണ്ട് പറിച്ചിട്ട് കൊണ്ടുപോയി മണ്ണിൽ കുഴിച്ചിടുക. അത്രേ ഉള്ളൂ. അവിടെ പിന്നെ അങ്ങനെ പെരുകി വരും. പിന്നെ അവിടെ വേറെ കൃഷി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് മാത്രമേ താമര ആ ഒരു ഏരിയ കൈയടക്കും. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ. അപ്പൊ അങ്ങനെ ചെയ്യുന്നവര് വെറുതെ തരിശു ഭൂമി പോലെ ഒക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ ചെയ്യാൻ പറ്റും. വെള്ളം നിൽക്കണ ഭൂമിയാവണം കേട്ടോ. വെള്ളം ഉണ്ടാവും. വിരിഞ്ഞ താമരൊക്കെ എന്താ ചെയ്യാ? അപ്പൊ അതിൽ വിരിഞ്ഞിട്ട് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ലാഭക്കാര് വരികയാണെങ്കിൽ കൊടുക്കും. അങ്ങനെ കൊടുക്കൂലേ? അല്ലെങ്കിൽ പിന്നെ ഒന്നിനും കൊള്ളില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണ് കുറച്ച് വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നത്? നമുക്ക് പൊട്ടിക്കാൻ സമയം കിട്ടാണ്ടാണോ? അല്ലല്ല, ചെലവില്ലാണ്ട്. അത് ശരി. അപ്പൊ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല കിളികളും അല്ലെ, കിളികളുടെ സൗണ്ടും പ്രകൃതി ഭംഗിയും എല്ലാം കൂടി വളരെ നല്ലൊരു ഭയങ്കര മെനക്കട. ഇത് വല കെട്ടാണ്ടത് കിട്ടില്ല. മറ്റേ നീലക്കോഴി ഭയങ്കര ശല്യ. കൊക്ക് പ്രശ്നമില്ല. മീനൊക്കെ പിടിക്കും ഈ നീലക്കോഴി. നീലക്കോഴി എന്താണ് ചെയ്യുന്നത്? ഇത് കൊത്തി കളയും. അത് ശരി. തിന്നാൻ വേണ്ടിട്ടാണ്. അവര് തിന്നും. അതിന്റെ താമര വിരിയുന്ന മുട്ടോട് കൂടി അല്ലേ? ശരി. ഈ താമരൻ എന്തോ കഴിക്കില്ലേ? ഇതിന്റെ അടിയിലുള്ള കിഴങ്ങോ? അടിയിലൊരു കിഴങ്ങുണ്ട്. അത് എങ്ങനെ ഇവിടെ പറിച്ച കിട്ടണോ? അയ്യോ, ഇപ്പൊ കിട്ടില്ല അല്ലേ? അത് അടിയിൽ പോയിട്ട് മാന്തി എടുക്കുന്ന. അത് വേനൽക്കാലത്ത് പൂട്ടുമ്പോ കിട്ടും. ഇപ്പഴല്ല കിട്ടുക. ഈ വണ്ണുള്ള കിഴങ്ങ് കിട്ടും. കിട്ടും. അത് എടുക്കണമെങ്കിൽ ഈ ഒരു സമയമല്ല, വെള്ളമൊക്കെ വറ്റിട്ടാ? വെള്ളം വറ്റി കഴിഞ്ഞാൽ അതിന്റെ കിഴങ്ങ് കിട്ടും. എന്നിട്ട് അങ്ങനെ ചുട്ട് കഴിക്കില്ല. നമുക്ക് വെച്ച് കഴിക്കാം. ഈ വെണ്ടക്കായ ഉപ്പേരി വെക്കില്ലേ, അതുപോലെ കഴിക്കാം. കൃഷി തന്നെ പറയാല്ലേ, താമര കൃഷി എന്ന് പറയാം. ഇതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പോവാം. ഒരു സീസണില് മാത്രമേ പറ്റുള്ളൂ. ഇത് നല്ലോണം നോക്കണം. ഈ പുല്ലൊന്നും വരാണ്ട് നല്ല ക്ലിയർ ആയിട്ട് കിടക്കണം. അതല്ലേ. പുല്ല് വന്ന കഴിഞ്ഞു. അപ്പൊ ഇത് വെറുതെ അങ്ങനെ ഉണ്ടായിട്ട് പൊട്ടിച്ചു കൊടുക്കുന്ന പരിപാടിയല്ല. പുല്ല് വരുന്നതും അതുപോലെ തന്നെ അത് മാറ്റാൻ നിൽക്കണം. പിന്നെ ഈ തണ്ട് പൊട്ടിച്ച് കളയണം, മൂത്ത തണ്ട് പൊട്ടിച്ച് കളയണം, എല്ലാം ചെയ്യണം. പണിക്കാരെ ഇതിന് മാത്രം വെച്ചാൽ മുതലാവണ പരിപാടിയല്ല. ഈ 900-1000 രൂപ കൊടുത്തിട്ട് നിർത്തിയിട്ട് എങ്ങനെ മുതലാവുക? ഇതൊക്കെ നെല്ല് ചെയ്തിരുന്നതാ. ഞാൻ നിർത്തി ഈ കോഴിയുടെ ശല്യം കാരണം. അവര് മുഴുവനും കൊത്തി കളയാ. ചേട്ടത്തിലേ 2 തരത്തിലുള്ള താമരപ്പൂകൾ ഉണ്ട്. അത് ഏതൊക്കെ കളറാ? വെള്ളയുണ്ട്, ചുവപ്പുണ്ട്. വെള്ളയും ചുവപ്പുണ്ട്. ശരി. ഇതിന് കൂടുതൽ മാർക്കറ്റ് ഏത് രീതിയിലാണ്? മാർക്കറ്റ് ചോപ്പയ്ക്ക. വില കൂടുതലോ അങ്ങനെ എന്തെങ്കിലും? ചോപ്പയ്ക്ക. ചുവപ്പ് കളർ. വെള്ളയ്ക്ക് മാർക്കറ്റ് കുറവാണ്. ശരി. അതിന് റേറ്റ് വ്യത്യാസമുണ്ട് അല്ലേ? റേറ്റ് ചെറുതായിട്ട് വ്യത്യാസമുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു ബിസിനസ് ഇപ്പൊ ഇത്തിരി മോശം. ഇത് എല്ലാ വർഷവും നമ്മൾ കൃഷി ചെയ്യുന്നതാണോ അതോ ഓട്ടോമാറ്റിക് ഇത് ഇവിടുത്തെ എങ്ങനെ ഉണ്ടാവൂലോ? ഇതിപ്പോ വേനൽക്കാലത്ത് പൂട്ടി കളഞ്ഞ വർഷക്കാലത്ത് ഉണ്ടാവും. സീസൺ ആകുമ്പോ മുളച്ചു വരും. ശരി. വളം അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് ഉണ്ടോ ഇതിന്? വളം കൊടുക്കണം. അതല്ലേ, വളം കിട്ടണം. ഇതാണ് നമ്മുടെ ആളില്ലേ? ഇവരൊക്കെ എവിടെ ഉള്ളവരാ? ഇവര് നമ്മുടെ കമ്പനിയിൽ പണിയുണ്ട്. മുട്ടുകളാണ് പൊട്ടിക്കല്ലേ? ഇതിപ്പോ പൊട്ടിച്ചു വന്നിട്ടുള്ള താമരകളാണ്. ഇതിന് വിരിയൂല്ലേ? ഇതിലിപ്പോ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ കണ്ടോ അങ്ങനെയാണുള്ളത് അല്ലേ? ഇനി ഇത് വെള്ളം ഒഴിച്ചാലോ? എങ്ങനെ ഇത് വിരിയണത്? വെള്ളം ഒഴിക്കുമ്പോഴാ? ഓട്ടോമാറ്റിക് ആയിട്ട് വിരിയുന്നതാ. അത് ശരി. ഇപ്പൊ ഭയങ്കര ചൂടല്ലേ, ദിവസേന പൊട്ടിച്ചില്ലെങ്കിൽ വിരിയും. അതല്ലേ. ഇത് കിലോക്ക് എങ്ങനെയാണ് റേറ്റ് കിട്ടുക? എണ്ണത്തിനാണ് അല്ലേ? ഓരോ എണ്ണത്തിന്. ഇത് കൂടുതൽ അമ്പലങ്ങളിലേക്കാണോ? അമ്പലങ്ങളിലേക്ക് പോവാ അല്ലേ? അപ്പൊ ഇന്ന് രാവിലെ കൊണ്ടുപോയി കൊടുത്താല് നാളേക്കുള്ളതാണോ? ഇന്നേക്ക് തന്നെ. എന്തായാലും ഈ ഒരു സ്ഥലം സൂപ്പർ സ്ഥലമാണ്. ഇവിടെ പാടും തോടും അതുപോലെ തന്നെ കിളികളും വെള്ളമൊക്കെ കൂടിയിട്ട് പ്രത്യേക ഒരു വൈബ് തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഇതുപോലെയാണ് താമരപ്പൂക്കൾ പൊട്ടിക്കുക. ഇവർ കുറച്ച് ഹിന്ദിക്കാരൊക്കെ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഞാനൊരു താമരപ്പൂ പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചതുപ്പ് നിലാണ്. നമ്മളിങ്ങനെ കാല് വെക്കുമ്പോൾ എന്താ പറയുക, കാലൊക്കെ ഇങ്ങനെ ചളിയിലേക്ക് താഴ്ന്നു പോകും കേട്ടോ.
അപ്പോൾ സത്യത്തിൽ ചെരുപ്പൊന്നും ഇട്ടിട്ട് ഇറങ്ങാൻ പാടില്ലായിരുന്നു. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാതെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. എന്തായാലും ഞാനിത് പൊട്ടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പൊട്ടിച്ചിട്ടുള്ള വിരിഞ്ഞ താമരപ്പൂവ് വിൽക്കാൻ വേണ്ടി പറ്റില്ല, മൊട്ട് മാത്രമാണ് വിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ളതൊക്കെ ഇവർ കളയാണ് ചെയ്യുക, അതല്ലെങ്കിൽ അങ്ങനെ നിന്ന് ചീഞ്ഞ് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ വേലുംപടി എന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഈ ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.